13B എന്ന തമിഴ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ അഭിനയിച്ചിരിക്കുന്നത് മാധവനാണ്. അദ്ദേഹത്തിന്റെ ആ സിനിമയിലെ പ്രകടനം അതിശയകരമായിരുന്നു. തീർച്ചയായും ഹൊറർ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ 13B ഇന്നും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയ്ക്ക് ഈ സിനിമയ്ക്ക് ചെറിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമയെ പരാമർശിച്ച് ഈ കഥ പറയാൻ ഞാൻ തീരുമാനിച്ചത്. ഈ കഥയ്ക്ക് 13B സിനിമയിൽ നിന്നും ചെറിയ തോതിൽ പ്രചോദനം ലഭിച്ചിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് 2016-ലാണ്. രാജീവ് എന്ന വ്യക്തി, അദ്ദേഹം ഒരു മൂവി ക്രിട്ടിക്കാണ്. അദ്ദേഹത്തിന്റെ ജോലി സിനിമകൾക്ക് റിവ്യൂ പറയുക. ഏത് സിനിമ കാണാനാണ് പ്രേക്ഷകർ സമയം ചിലവഴിക്കേണ്ടത്, ഏത് സിനിമകൾ ഒഴിവാക്കണം എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുകയാണ് അദ്ദേഹത്തിന്റെ ജോലി. അങ്ങനെ തന്റെ പതിവ് ജോലികളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വിചിത്രമായ സംഭവം നടക്കുന്നത്. ആ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അത്രത്തോളം മാറ്റം സംഭവിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു സിനിമ കാണാൻ പോലും തിയേറ്ററിലേക്ക് പോയിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നത് ഈ വീഡിയോ അവസാനം വരെയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള കൂടുതൽ ഹൊററി, മിസ്റ്ററി, ഹിസ്റ്റോറിക്കൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഥ ആരംഭിക്കുന്നത് 2016-ൽ. അന്ന് ആളുകൾക്ക് സ്മാർട്ട് ഫോണിനോടും ഇന്റർനെറ്റിനോടും വലിയൊരു താല്പര്യം ഉണ്ടായിരുന്ന കാലം. അതേസമയം മറ്റൊരു വശത്ത് യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ അതിവേഗം ജനപ്രിയമാവുകയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ദിനം പ്രതി അതിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉയർന്നു വരികയായിരുന്നു. ചിലർ ചെറിയ വീഡിയോകൾ നിർമ്മിച്ചു, മറ്റു ചിലർ മൂവി ക്രിട്ടിക്കുകളായി മാറുകയായിരുന്നു. അത്തരം ആളുകളിൽ ഒരാളായിരുന്നു രാജീവ്. സിനിമകൾ കാണുന്നത് അദ്ദേഹത്തിന് അത്യന്തം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് സിനിമകൾ ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് തനിക്കൊരു മൂവി ക്രിട്ടിക് ആയിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ ചിന്ത യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം മുന്നോട്ട് പോയി. അതിനായി വേദാന്ത് എന്ന പേരുള്ള ഒരു അസിസ്റ്റന്റിനെയും നിയമിച്ചു. ഇരുവരും ചേർന്ന് രാത്രി ഒട്ടാകെ സിനിമകൾ കാണുമായിരുന്നു. പകൽ സമയത്ത് അവരുടെ റിവ്യൂസ് എല്ലാം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. അങ്ങനെ അവരുടെ ജോലി നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ രാത്രിയുടെ ഇരുട്ടിൽ സ്വന്തം വീട്ടിൽ നിന്നും അകലെയായി ജോലി ചെയ്യുന്നവരുടെ ജീവിതം പലപ്പോഴും വിചിത്രമായ വഴിത്തിരിവുകളിലേക്ക് പോകാറുണ്ട്. ഇതും അത്തരം ഒരു സംഭവമാണ്. ഒരു ദിവസം രാജീവിന് ഒരു പുതിയ സിനിമയുടെ റിവ്യൂ ചെയ്യാനായി ക്ഷണം ലഭിച്ചു. അദ്ദേഹം തന്റെ അസിസ്റ്റന്റായ വേദാന്തിനൊപ്പം തിയേറ്ററിലേക്ക് പോയി. അത് വളരെ വലിയൊരു തിയേറ്റർ ആയിരുന്നു. അവിടെ എത്തിയപ്പോൾ ഏത് സ്ക്രീനിലേക്കാണ് പോകേണ്ടതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. അവരെ സഹായിക്കാൻ ആവശ്യമായ ജീവനക്കാരെയും അവിടെ കാണാനില്ലായിരുന്നു. നിങ്ങളുടെ ഷോ ഈ സ്ക്രീനിലാണ് എന്ന് പറഞ്ഞു തരാൻ പോലും ആരുമില്ലായിരുന്നു. ഇപ്പോൾ അവർ വീണ്ടും അവരുടെ കയ്യിലുള്ള ടിക്കറ്റ് എല്ലാം പരിശോധിച്ചു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവർ കരുതിയതുപോലെ രാത്രി 8 മണിക്കല്ലായിരുന്നു അവരുടെ സിനിമയുടെ ഷോ തുടങ്ങുന്നത് രാത്രി 12 മണിക്കായിരുന്നു. അതുകൊണ്ട് സമയം കളയാനായി അവർ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ വേദാന്ത് രാജീവിനോട് ചോദിച്ചു, സർ, ഇത് ഏത് തരത്തിലുള്ള സിനിമയാണ്? ഇതിന് രാജീവ് പറഞ്ഞത്, ഇതൊരു ഹൊറർ സിനിമയാണ്. ഇത് കേട്ടപ്പോൾ വേദാന്ത് അല്പം അസ്വസ്ഥനായി. രാജീവ് ഇപ്പൊ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തേ, നിനക്ക് പേടിയാണോ? ഇതിന് വേദാന്ത് വളരെ ശാന്തമായി മറുപടി നൽകി, സർ, പേടി എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. ഇത് കേട്ട് രാജീവ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാ, പേടി എന്നത് ബലഹീനർക്കാണ് ഉണ്ടാകുന്നത്. ഇത് കേട്ട വേദാന്ത്, അല്ല സാർ, പേടി ഉണ്ടാകുന്നത് ജീവിതത്തെ വിലമതിക്കുന്നവർക്കാണ്. ഈ മറുപടി കേട്ട രാജീവ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. ശേഷം പറഞ്ഞു, ശരി, എന്നാലും എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. ഒടുവിൽ അവർ തിയേറ്ററിനുള്ളിൽ പ്രവേശിച്ചു. അപ്പോഴേക്കും രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ഇരുവരും വേഗത്തിൽ തങ്ങളുടെ സ്ക്രീൻ കണ്ടെത്താൻ തുടങ്ങി. പക്ഷെ ടിക്കറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. കാരണം ടിക്കറ്റ് വളരെ മോശമായി പ്രിന്റ് ചെയ്തിരുന്നു. അക്ഷരങ്ങൾ മാഞ്ഞുപോയ നിലയിലായിരുന്നു. ഇപ്പോൾ രാജീവ് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. അദ്ദേഹം അവിടെയുള്ള ജീവനക്കാരനോട് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണോ ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്യുന്നത്? ഏത് സ്ക്രീനിലാണ് ഷോ എന്നത് പോലും വ്യക്തമായി കാണുന്നില്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ ഷോ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ജീവനക്കാരൻ പറഞ്ഞു, സർ, നിങ്ങൾ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ സ്ക്രീൻ നമ്പർ 6-ലേക്ക് പോകൂ. അവിടെ നിങ്ങൾക്ക് ഷോ കാണാൻ കഴിയും. അങ്ങനെ രാജീവും വേദാന്തും തിയേറ്ററിനകത്തേക്ക് നടന്നു. വിവിധ സ്ക്രീനുകളിലേക്കുള്ള വഴികൾ ഉണ്ടായിരുന്ന ആ ഭാഗത്തെത്തിയപ്പോൾ അവർ ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പ്രേക്ഷകരില്ല, സ്റ്റാഫ് ഇല്ല. അവിടെ ഉണ്ടായിരുന്നത് വെറും 1-2 ക്ലീനർമാർ മാത്രം.
അവർ തങ്ങളുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ രാജീവ് ഒരു ക്ലീനറുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, സഹോദര, സ്ക്രീൻ നമ്പർ 6 ഏത് ഭാഗത്താണ്? ഇപ്പോൾ ക്ലീനർ മറുപടി നൽകി, സർ, അത് 2ാം നിലയിലാണ്. പക്ഷെ അവിടെയുള്ള എല്ലാ സ്ക്രീനുകളും അടച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ സ്ക്രീനിന്റെ ടിക്കറ്റ് ആരാണ് നൽകിയത്? ഇത് കേട്ടപ്പോൾ രാജീവ് അസ്വസ്ഥനായി. ഞങ്ങൾക്ക് ഇതിനോടകം തന്നെ വളരെ വൈകി, ഷോ തുടങ്ങിക്കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ മുകളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് 2ാം നിലയിലേക്ക് കയറാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ അവർ കണ്ടത് ഒരു സ്ക്രീനിന്റെ വാതിൽ മാത്രം തുറന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ അതിനകത്തേക്ക് കയറി. അകത്ത് കനത്ത ഇരുട്ടായിരുന്നു. സ്ക്രീനിൽ ഏതോ ഒരു സിനിമ ഇതിനോടകം തന്നെ നടക്കുകയായിരുന്നു. അവർ സീറ്റുകളിലേക്ക് നടക്കുന്നതിനിടെ മറ്റൊരു വിചിത്ര കാര്യം ശ്രദ്ധിച്ചു. തിയേറ്ററിലെ എല്ലാ സീറ്റിലും ആളുകളാൽ നിറഞ്ഞിരുന്നു. ഒരിടത്തും ഒഴിവില്ലാത്ത അവസ്ഥ. അത് കണ്ട രാജീവ് പറഞ്ഞു, വാ വേദാന്ത്, നമ്മുടെ സീറ്റിൽ പോയിരിക്കാം. വേദാന്ത് തന്റെ സീറ്റിലേക്ക് നടക്കുന്നതിനിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ ഇരുന്ന ആളുകൾ സ്ക്രീനിലേക്കല്ല നോക്കുന്നത്, മറിച്ച് അവരെല്ലാവരും താഴേക്ക് എന്തോ നോക്കിക്കൊണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ അസ്വാഭാവികമായി തോന്നി. എങ്കിലും ഇരുവരും സ്വന്തം സീറ്റുകളിൽ ചെന്നിരുന്ന് സിനിമ കാണാൻ തുടങ്ങി. പക്ഷെ കുറച്ച് നിമിഷങ്ങൾക്കകം അവർ ഒരു കാര്യം മനസ്സിലാക്കി. സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ വളരെ വിചിത്രമായിരുന്നു. ഒരു തിയേറ്ററിന് തീ പിടിച്ചതുപോലെ, ആളുകൾ തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ, ജീവൻ രക്ഷിക്കാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെ, അത്തരം ഭയാനക രംഗങ്ങളാണ് സ്ക്രീനിൽ കണ്ടത്. എന്നാൽ രാജീവിന് തന്റെ ജോലി പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വേദാന്തിനോട് പറഞ്ഞു, നീ നോട്ടുകൾ എഴുതാൻ തുടങ്ങ്, നമുക്ക് നമ്മുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അങ്ങനെ കുറച്ചു സമയം കടന്നുപോയി. അപ്പോഴാണ് ഒരു ക്ലീനർ അകത്തേക്ക് വരുന്നത് അവർ ശ്രദ്ധിച്ചത്. അയാൾ തിയേറ്ററിനുള്ളിലേക്ക് വന്ന് വൃത്തിയാക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട രാജീവ് ദേഷ്യത്തോടെ ചോദിച്ചു, സഹോദര, ഷോ നടക്കുന്നതിനിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സിനിമ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കുറഞ്ഞത് ഇന്റർവെല്ലെങ്കിലും വരട്ടെ. ഇപ്പൊ ക്ലീനർ പറഞ്ഞ മറുപടി ഇരുവരെയും ഞെട്ടിച്ചു. സർ, ഇവിടെ ഒരു സിനിമയും ഓടുന്നില്ല, ഇവിടെ ആരും ഇല്ലല്ലോ. എന്റെ വാക്ക് കേൾക്കൂ, നിങ്ങൾ രണ്ടുപേരും ഉടൻ തന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് പോകൂ. പക്ഷെ രാജീവിന് ഇത് കേട്ടപ്പോൾ കൂടുതൽ ദേഷ്യം വന്നു. ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കാമോ? നിങ്ങൾ ആദ്യം ഇവിടെ നിന്നും പോകൂ, ഞങ്ങളെ ശല്യം ചെയ്യരുത് എന്ന് അദ്ദേഹം കർക്കശമായി പറഞ്ഞു. രാജീവിന്റെ ദേഷ്യം കണ്ട ക്ലീനർ ഭയന്ന് അവിടെ നിന്നും പുറത്തേക്ക് പോയി. അതിനുശേഷം അവർ വീണ്ടും സ്ക്രീനിലേക്ക് ശ്രദ്ധ തിരിച്ചു. പക്ഷെ അപ്രതീക്ഷിതമായി സിനിമയുടെ ഒരു പകുതിയിൽ വെച്ച് തന്നെ സ്ക്രീൻ പൂർണ്ണമായും ഓഫായി. ഒന്നും കാണാനാകാത്ത അവസ്ഥ. രാജീവും വേദാന്തും പരസ്പരം സംസാരിക്കുകയായിരുന്നു. ഇത് എന്തൊരു വിചിത്ര സ്ഥലമാണ്. നമ്മളെ ഇവിടെ സിനിമ കാണാൻ ആരാണ് അയച്ചത്? ഒന്നും മനസ്സിലാകുന്നില്ല. പുറത്തും ആരുമില്ല. ഇവിടെ ഒന്നും ശരിയല്ല. ഈ സീറ്റുകൾ പോലും കത്തി നശിച്ചതുപോലെ തോന്നുന്നു. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്ക്രീനിൽ പെട്ടെന്നൊരു പ്രകാശമിന്നൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം അവർ കണ്ട കാഴ്ച, അത് കേട്ടാൽ നിങ്ങൾക്കും ഞെട്ടാതിരിക്കാനാകില്ല. സ്ക്രീനിൽ കാണിച്ചിരുന്നത് മറ്റാരെയുമല്ല, അവരെ തന്നെയായിരുന്നു. അവരെ ആരോ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നത് പോലെ സ്ക്രീനിൽ രാജീവും വേദാന്തും മാത്രം. വിചിത്രമായ കാര്യം എന്തെന്നാൽ തിയേറ്റർ നിറയെ ആളുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷെ ആ സ്ക്രീനിൽ മറ്റാരെയും കാണുന്നില്ല. ഇത് കണ്ട് ഇരുവരും ഭയന്ന് ചുറ്റും നോക്കി. അപ്പോൾ അവർ കണ്ടത് തങ്ങളുടെ സീറ്റുകളിൽ ഇരുന്നിരുന്ന എല്ലാ ആളുകളും പതുക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഓരോരുത്തരും ഇവരുടെ ഭാഗത്തേക്ക് നടന്നു വരികയായിരുന്നു. അതും അവരെ തന്നെ തുറിച്ചു നോക്കി. അടുത്തേക്ക്, ഇനിയും അടുത്തേക്ക്, ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അവരുടെ മുഖങ്ങൾ വ്യക്തമായി കാണാൻ തുടങ്ങി. അവരുടെ മുഖങ്ങൾ മുഴുവനും തീയിൽ കത്തി നശിച്ച നിലയിലായിരുന്നു. തൊലി കരിഞ്ഞുപോയി. കണ്ണുകൾ ഭയപ്പെടുത്തുന്ന തരത്തിൽ ശൂന്യമായിരുന്നു. ആ കാഴ്ച കണ്ടതോടെ രാജീവും വേദാന്തും സ്തംഭിച്ചു. അപ്പോഴാണ് ഒരു ഭീകര ശബ്ദം മുഴങ്ങിയത്. ഇവിടെ നിന്നും ഉടൻ പുറത്തേക്ക് പോകൂ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ നിങ്ങളും ഈ തിയേറ്ററിൽ കത്തി മരിക്കും. ആ ശബ്ദം തിയേറ്ററിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരേ സമയം കേൾക്കുന്നത് പോലെ തോന്നി. അത് കേട്ടത് മാത്രം ഇരുവരും സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. ജീവനും കൊണ്ട് ഓടുന്നവരെ പോലെ അവർ പുറത്തേക്ക് ഓടി. തിയേറ്ററിന്റെ പ്രവേശന കവാടത്തിനരികിലെത്തിയപ്പോൾ അവിടെ ഒരു ക്ലീനറിനെ കണ്ടു. ഭയത്തോടെ വിറങ്ങലിച്ച രാജീവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ഞങ്ങളോട് പറഞ്ഞില്ല? ഞങ്ങൾ മരിച്ചു പോരുന്നെങ്കിലോ? ഇപ്പോൾ ക്ലീനർ ശാന്തമായി മറുപടി നൽകി, സർ, ഞാൻ നിങ്ങളെ മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. രാജീവും വേദാന്തും അത്രയേറെ ഭയന്നിരുന്നു. അവർക്ക് ആ സ്ഥലത്ത് ഒരു നിമിഷം പോലും നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ അവർ ക്ലീനറോട് പറഞ്ഞു, നീയും വേഗം ഇവിടെ നിന്ന് പുറത്തേക്ക് പോ. ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല, നിനക്ക് അപകടം സംഭവിക്കാം. ഇപ്പോൾ ക്ലീനർ ഒരു നിമിഷം മിണ്ടാതിരുന്നു. ശേഷം വളരെ പതുക്കെ പറഞ്ഞു, സർ, എനിക്കും ഇവിടെ നിന്ന് പോകണം, പക്ഷേ അത് സംഭവിക്കില്ല. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ട ദുരന്തം അതെന്താണെന്ന് എനിക്കറിയാം. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നടന്ന അതേ സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആളുകൾ തീയിൽ കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർ വേദന കൊണ്ട് പുളയുന്നതും കരയുന്നതും നിലവിളിക്കുന്നതും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നതും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലേ? രാജീവ് ഉടൻ മറുപടി നൽകി,
അതെ, ഞങ്ങൾ അതൊക്കെയാണ് കണ്ടത്. അപ്പോൾ ക്ലീനർ ആഴത്തിൽ ശ്വാസം വിട്ടിട്ട് പറഞ്ഞു, സർ, അതൊരു സിനിമയല്ല, അതൊരു യഥാർത്ഥ സംഭവമാണ്. ഇതെല്ലാം ശരിക്കും നടന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാനും കഴിയാത്തത്. ആ അപകടം നടന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു പ്രോജക്റ്റ് ഓപ്പറേറ്റർ ആയിരുന്നു. തീ പടർന്നപ്പോൾ എൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ എമർജൻസി എക്സിറ്റ് വാതിൽ തുറക്കാതെ തന്നെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അന്നത്തെ എൻ്റെ സ്വാർത്ഥത കാരണം ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവരിൽ പലരും ജീവനോടെ കത്തി നശിച്ചു. ഇത് പറയുമ്പോൾ ആ ക്ലീനറുടെ ശബ്ദം വിറച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആ മരണങ്ങൾക്ക് ഞാനും ഉത്തരവാദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കുറ്റബോധം ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് ഈ സ്ഥലം വിട്ട് മോചനം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് പോകാൻ ശ്രമിച്ചാൽ ഞാനും അവരെ പോലെ മരിച്ചു പോകും. ഇത് കേട്ടപ്പോൾ രാജീവും വേദാന്തും പരസ്പരം നോക്കി. അപ്പോൾ വേദാന്ത് മറ്റൊരു ചോദ്യം ചോദിച്ചു, ശരി, അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ, അയാൾ മനഃപൂർവ്വം ഞങ്ങളെ സ്ക്രീൻ 6 അയച്ചതാണോ? ഇതിന് ക്ലീനർ തലകുലുക്കി. അതെ, അയാൾ അല്പം വിചിത്ര സ്വഭാവക്കാരനാണ്. രാത്രി സമയത്ത് ആരെങ്കിലും അദ്ദേഹത്തോട് വഴക്കിട്ട് സംസാരിച്ചാൽ അയാൾ അവരെ സ്ക്രീൻ നമ്പർ 6 അയക്കും. ഇത് കേട്ടതോടെ രാജീവും വേദാന്തും ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തയ്യാറായില്ല. അവർ ഉടൻ തന്നെ ആ തിയേറ്റർ വിട്ട് പുറത്തേക്ക് പോയി. അതിനുശേഷം ആ വിചിത്ര തിയേറ്ററിന് സമീപത്തേക്ക് പോലും അവർ ഒരിക്കലും തിരികെ പോയിട്ടില്ല. ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും സിനിമയിലേക്കായിരിക്കും കേന്ദ്രീകരിക്കുക. പക്ഷെ ഒരു കാര്യം പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. ഒരു സിനിമ തിയേറ്റർ എന്നത് വെറും ഒരു കെട്ടിടമല്ല, അതൊരു കഥ മാത്രം സൂക്ഷിക്കുന്ന സ്ഥലവുമല്ല. അവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു കഥയുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം സന്തോഷങ്ങളും സ്വന്തം ദുഃഖങ്ങളും സ്വന്തം രഹസ്യങ്ങളുമുണ്ട്. ഒരു ആത്മാവ് എങ്ങനെ രൂപപ്പെടുന്നുവെന്നറിയാമോ? പല മതഗ്രന്ഥങ്ങളിലും പറയുന്നത്, ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ആഗ്രഹം പൂർത്തിയാകാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ചില വികാരങ്ങൾ അപൂർണമായി അവശേഷിക്കുമ്പോൾ ആ ആത്മാവിന് ശാന്തി ലഭിക്കാതെ പോകുമെന്നാണ്. ഇത് വിവിധ വിശ്വാസങ്ങളിലെയും കഥകളിലെയും ഒരു ആശയമാണ്. പക്ഷേ അതോടൊപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കഥ അടുത്ത തവണ നിങ്ങളൊരു തിയേറ്ററിലേക്ക് പോകുമ്പോൾ പരസ്യം തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുക. ഈ സ്ഥലത്ത് ഇന്ന് വരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം, എത്ര ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടാകാം, എത്ര കഥകൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ടാകാം, എത്ര കഥകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ടാകാം. ആർക്കറിയാം? നിങ്ങൾക്ക് ചുറ്റുമിരിക്കുന്ന എല്ലാവരും ജീവനോടെ തന്നെയാണുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരെങ്കിലും ജീവനുള്ളവരായിരിക്കണം എന്നില്ല. ഒരു പക്ഷെ അതൊരു വെറും സാധ്യത മാത്രമായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. ഇങ്ങനെയുള്ള ഹൊറർ സ്റ്റോറീസ് കൂടുതലായും അറിയാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.